തിയേറ്ററാണ്. നല്ല കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്താണെങ്കിൽ പോലും ഒരു വലിയ വിഷയം ഇതിനകത്തുണ്ട്. അതായത് ഇന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്നിനെതിരെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്. കോളേജിലെ എല്ലാവരും അഭിനയത്തിലൊക്കെ വരുന്ന നന്നായിട്ട് ചിരിപ്പിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. പ്രേംകുമാറിനെ സാറിനെ കുറച്ച് നാളത്തെ ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ ആർട്ടിസ്റ്റുകളുള്ള മഞ്ജു പിള്ള ഇവരങ്ങനെ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ. ഇതിൽ തെറ്റില്ലാതെ ചെയ്തിട്ട് കണ്ടൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഫണ്ണോ സെക്കൻഡ് ഹാഫ് കണ്ടു അപ്പ അറിയാം. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. നീ ഒന്ന് പോയി പടം കാണും അപ്പ അറിയാം. വിഷയത് തിയേറ്ററൊക്കെ അടിച്ചു പൊളിക്കാനുള്ള ഇതാണ്. ഒറ്റാൻ കാടി വരിട്ടുണ്ട്, അതാണ് വിഷയം. ഇഷ്ടപ്പെട്ടോ? ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? കോമഡി അടിപൊളിയാണ്, കണ്ടിരിക്കാൻ നല്ല മൂവി. എങ്ങനെയുണ്ട് ചേച്ചി പടം? എങ്ങനെയുണ്ട് അടിപൊളി എക്സ്പീരിയൻസ്? ചേച്ചി എങ്ങനെയുണ്ട്? ഈ അടിനാശം വെള്ളപ്പൊക്കം അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഹെഡാണ് ഇപ്പോൾ ഞാൻ ഹെഡായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു മൂവിയാണ് ഇത്. അത്യാവശ്യം നല്ലൊരു ഇപ്പോൾ എല്ലാ സിനിമകളും ഏകദേശം ഒരു ത്രില്ലർ മൂവിയാണ്. പക്ഷേ ഇതൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഫാമിലിക്കൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഇത്. ആന ഒരു മുഖ്യ കഥാപാത്രമാണ്. ആനയൊക്കെ നന്നായിട്ട് ഡയറക്ഷൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ ആന അഭിനയിച്ചിട്ടുണ്ട്. ഇവരെക്കാട് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന ആനയാണല്ലോ. അത് ശരിക്കും ആന തന്നെയാണ്. അത് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ വൃത്തി ചെയ്തിട്ടുണ്ട്. ചിരിക്കാനൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. ഫാമിലി ഒരു ടൈം പാസ്സാണ്. കുറച്ച് ഏകദേശം നല്ല രീതിയിൽ ഒരു ഒഴുക്കിൽ അങ്ങനെ പോയി കണ്ടിരിക്കും. അങ്ങനെ ബോറ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു കോമഡി പടമാണ്. ഫാമിലിക്കൊക്കെ വന്ന് കണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു പടമാണ്. എന്താ വെച്ചാൽ ആഫ്റ്റർ ഫിനിഷൊക്കെ നല്ലൊരു എന്താ പറയുക ചിരി തന്നെയായിരുന്നു എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിൽ. അടിപൊളി പടം. അടിപൊളി പടത്തിലേതായിട്ട് വന്ന ഷൈജാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ പടം എനിക്ക് ഒരു 1 year മുന്നേ ഷൂട്ട് ചെയ്ത 1.5 year മുന്നേ ഷൂട്ട് ചെയ്ത. അപ്പം എനിക്കാണെങ്കിൽ അന്നത്തെ മെമ്മറീസ് ഇങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെയുള്ള മെമ്മറീസൊക്കെ ഇങ്ങനെ അടിക്കുകയായിരുന്നു. അടിപൊളിയുള്ള ആനയെ കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാവരും ആനയുടെ കൂടെയുള്ള കോമ്പിനേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ അതായിരുന്നു മിസ്സായി പോയത്. ഇപ്പോൾ ഷൈൻ ചേട്ടൻ ഭയങ്കര ഫണ്ണാണ്, ബാക്കി ടീമൊക്കെ ഫണ്ണാണ്, മഞ്ചേച്ചി അശോക് ചേട്ടൻ എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് പോയാലും വളരെ നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ ആർട്ടിസ്റ്റിനെയും ഇവര് പറഞ്ഞ പോലെ മഞ്ചേച്ചി ആണെങ്കിലും അശോക് ചേട്ടനാണെങ്കിലും അവര് എല്ലാവർക്കും കൂടെ ഇത് ഒരു മെസ്സേജിനെക്കാളും കൂടുതലൊരു ഫണ്ണാണ്. അപ്പം അതിനകത്ത് ആ ഒരു ഫണ്ടിന്റെ ഇടയിൽ കൂടെ ഒരു മെസ്സേജ് കൊടുക്കാനാണ് അവർ ട്രൈ ചെയ്യുന്നത് ഈ ഒരു കഥയിൽ. പറയുന്ന പോലെ തന്നെ പറ്റിയാൻ കാടി കയറി എന്ന് പറയുന്ന പോലെ തന്നെ. അത് പറയുമ്പോൾ എനിക്ക് ആനയുടെ കൂടെ വേണമായിരുന്നു കോമ്പിനേഷൻ. കിട്ടിയത് വിഷമോ ആനയുടെ സത്യം നല്ല രസമില്ല കാണാൻ. ഭയങ്കര ഭംഗിയുള്ള ഇതിന്റെ പേര് മറന്നു പോയിട്ടോ. പക്ഷെ നല്ല ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അതുമായിട്ട് സംഭവിക്കുന്ന ഒരു 4 ചെറുപ്പക്കാരുടെ കാര്യമായിട്ട് കഥയാണ്. അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും സിനിമയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിനെ ഒരു രീതിയിലും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. പടം തന്നെയാണ് അടിനാശം വെള്ളപ്പൊക്കം. ഇന്നത്തെ തലമുറയിൽ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി കാണാം. ക്രിസ്മസ് അടിനാശം വെള്ളപ്പൊക്കത്തിന് ആഘോഷിക്കുക. ഓക്കെ, ആഘോഷമാക്കാം നമുക്ക് തിയേറ്ററിൽ. ഓക്കെ അടിപൊളി. തിയേറ്ററിൽ ആഘോഷമാക്കാൻ പറ്റും. എന്തായാലും ഒരുപാട് പേര് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. എന്തായാലും പോയി കാണാൻ എല്ലാവരും. ഗംഭീര പടമാണ്, എല്ലാവരും കാണും. നല്ല കോമഡിയാണ്, നല്ല ഒരു കഥയാണ്. തിയേറ്ററിൽ മൊത്തത്തിൽ ആഘോഷിക്കാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. ഉണ്ട്. ഇനിയിപ്പോൾ ഇനി പടത്തിൻ്റെ സംഭവം അറിഞ്ഞു തുടങ്ങുമ്പോൾ ഇനിയും ക്രൗഡ് കൂടാനാണ് സാധ്യത. ഗംഭീരായി. അടികപ്പേരെ കോട്ടമണിക്ക് ശേഷം ചെയ്യുന്ന സിനിമയുള്ളൂ. അപ്പം ആ ഒരു ക്യാമ്പസ് മൂഡ് അതുപോലെ തന്നെ കിട്ടിയത് ഈ ഫിലിമിൽ. അതെ ടോട്ടലി ക്യാമ്പസ് മൂവിയാണ്. അതും വർഗീസ് ചേട്ടൻ്റെ ഡയറക്ടർ വർഗീസ് ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് ബിക്കോസ് അടികപ്പേരെന്നൊക്കെ പറയാൻ ഞാൻ സ്കൂളിൽ പഠിച്ച ടൈമിലാണ്. അപ്പോൾ അപ്പോഴേ നമ്മൾ ഈ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടൊരു മൂവിയാണ്. അതിപ്പോൾ കണ്ടാലും നമുക്ക് ഫുൾ കോമഡി ആയിട്ട് തോന്നും. അപ്പോൾ ആ ഒരു ഇതുണ്ട്. ഇത് ഫുള്ളി കോമഡി എൻ്റർടൈനറാണ്. ക്യാമ്പസ് മൂവി നല്ലൊരു മെസ്സേജും കൂടെ തരുന്നൊരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വന്ന് കാണുക. താങ്ക് യു. ഇത് എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഫസ്റ്റ് ഇതിന് മുമ്പ്? ഞാൻ ജിംഖാനയിൽ അപ്പോൾ ജിംഖാനയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് ഈ മൂവിയിലേക്ക്. അപ്പോൾ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ റോള് കിട്ടിയത്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അവർ അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പഠിച്ചു. പിന്നെ അവർ ഭയങ്കര ജോയ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അവരോട് അഭിനയിക്കാനാണെങ്കിലും സെറ്റിലിരിക്കാനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല പുള്ളി ഭയങ്കര ഓണാണ്.
പുള്ളി ഭയങ്കര ജോയ്ഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പടം കാണുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. വേറെ മൂവീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വേറെ ഇപ്പോൾ 2 എണ്ണം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പറയാറായിട്ടില്ല. പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇനി ഒരു 2 ഷോയും കൂടെ പോയി കാണണം. നാട്ടിൽ പോയി കാണണം. അടൂർ പോയി കാണണം. ഞങ്ങൾ 2 അടൂരുകാരാണ്. അപ്പോൾ നാട്ടിൽ പോയി കാണണം. ഇപ്പം ഇതിനകത്ത് കണ്ടതിൽ ക്രൂ ഉണ്ടായിരുന്നു, കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നല്ല റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഫസ്റ്റ് പടം കേട്ടോ. നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹവും നല്ലപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഞാൻ കൊണ്ട് സഹായിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു സഹായം. പടം കണ്ടോ? കണ്ടില്ല. ഉടനെ തന്നെ കാണുക. കണ്ടിട്ട് വന്നാണ്. എല്ലാവരും സിനിമ പോയി കാണുക. ഒരു 2 മണിക്കൂർ പടം ചിരിച്ച് 2 മണിക്കൂർ നിങ്ങളിൽ നിന്ന് അപഹരിക്കും. എന്നിട്ട് അതിനുള്ള പ്രതിഫലം തിരിച്ചു ചിരിക്കാനുണ്ട്. നല്ല ധൈര്യമായിട്ടിരിക്കാൻ. അതിന്റെ ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ എല്ലാം. അതെ. ആ കഥയിലേക്ക് എത്തുന്നതാണ് ഇന്റർവെൽ ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ്. അപ്പോൾ എല്ലാവരും പടം കാണുക. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അത്രയൊക്കെ പറയാനുള്ളൂ. ഞങ്ങൾ തുടക്കക്കാരാണ്. ഞങ്ങളെ വലിച്ചു കയറരുത്. സ്നേഹിക്കുക. താങ്ക് യു.